dear students, once again welcome back to EduPod. ബിഫാമുമായിട്ട് ബന്ധപ്പെട്ട് പല കുട്ടികൾക്കും പല രീതിയിലുള്ള സംശയങ്ങളുണ്ട്. നമുക്ക് ബിഫാമുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒന്ന് പെട്ടെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് എൻട്രൻസ് ആൻഡ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. സോ ബിഫാമിന്റെ കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 വർഷമാണ്. ആൻഡ് ബിഫാം സ്റ്റാൻഡ് ഫോർ ബാച്ചലർ ഓഫ് ഫാർമസി. എൻട്രൻസ് എക്സാം നിങ്ങൾക്ക് അറിയാം, കീം ത്രൂ ആണ്. നിങ്ങൾ മിക്ക ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ടാവും, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് എക്സാം സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ കീമിന്റെ കേസിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗിൽ അവിടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് വരും. എന്നാൽ ബിഫാമിന്റെ കേസിൽ എന്ത് വരുന്നില്ല, അവിടെ മാത്തമാറ്റിക്സ് വരുന്നില്ല, ഫിസിക്സും കെമിസ്ട്രിയെ വരുന്നുള്ളൂ. 90 മിനിറ്റ് ആണ് എക്സാം ഡ്യൂറേഷൻ. അതിൽ ഫിസിക്സിന് 45 ക്വസ്റ്റ്യൻ, കെമിസ്ട്രിയിൽ നിന്നും 30 ക്വസ്റ്റ്യൻ, ടോട്ടൽ 75 ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക്, തെറ്റുന്ന ഒരു ക്വസ്റ്റ്യന് -1 മാർക്ക്. അതായത് മൊത്തം 300 മാർക്കിലാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ് ബിഫാമിൽ പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ള. അത് നിങ്ങൾ ആ കോഴ്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ഫോക്കസ് എന്തിലൊക്കെയാണുള്ളതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് വരുന്നത് പ്രൈമറി ഇമ്പോർട്ടൻസിൽ വരുന്നത് ക്ലിനിക്കൽ ആൻഡ് ഹോസ്പിറ്റൽ ഫാർമസിയാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഡ്രഗ് മാനുഫാക്ചറിങ് ഉണ്ട്, ഫാർമക്കോളജി ഉണ്ട്. അതായത് ഫാർമക്കോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഡ്രഗ് ആക്ഷൻ ഇൻ ബോഡി, നമ്മളുടെ ബോഡിയിൽ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റും കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് ഫാർമക്കോളജി. ദെൻ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രീനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ഡ്രഗ് റെഗുലേഷൻ. സോ ഡ്രഗ് മാനുഫാക്ചറിങ്ങും അതിൻ്റെ ക്വാളിറ്റി റെഗുലേഷൻസും കൺട്രോളും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നുണ്ട്. ഇത്തരത്തിലാണ് അതിലുള്ള സിലബസും കാര്യങ്ങളും വരുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് മേജർ കോളേജ് പ്രൊവൈഡ്സ് ദിസ് കോഴ്സ് ആണ്. അതായത് ബിഫാം പ്രൊവൈഡ് ചെയ്യുന്ന മേജർ ഗവൺമെന്റ് കോളേജിനെ കുറിച്ചാണ്. അതിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻസിൽ വരുന്ന ഒരു കോളേജാണ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് കോഴിക്കോട്. ആൻഡ് അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്. പിന്നെ വരുന്നത് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആലപ്പുഴ വണ്ടാനം. പിന്നെ നോക്കുകയാണെങ്കിൽ കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് കോട്ടയം മെഡിക്കൽ കോളേജ്. ഒപ്പം തന്നെ കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് പരിയാരം, അതായത് കണ്ണൂർ മെഡിക്കൽ കോളേജ്. സോ ഇത്തരത്തിലുള്ള കോളേജുകളാണ് മേജർ ഗവൺമെന്റ് കോളേജിങ് പ്രൊവൈഡിങ് ദിസ് ബിഫാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പോൾ നിങ്ങൾ ബിഫാം എടുത്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തൊക്കെ ജോലി സാധ്യതകളുണ്ട് നമുക്ക് നോക്കാം. അതിൽ പ്രൈമറി ഇമ്പോർട്ടൻസിൽ വരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ സുപരിചിതമായിട്ടുള്ള ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഫാർമസിസ്റ്റ് ആയിരിക്കും. അതല്ലാണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആവാം, അതായത് മെഡിക്കൽ റെപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജോബ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലിനിക്കൽ റീസർച്ച് അസോസിയേറ്റ് ആവാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വാളിറ്റി കൺട്രോൾ അനലിസ്റ്റ് ആവാൻ സാധിക്കും. അല്ലെങ്കിൽ ക്വാളിറ്റി അഷുറൻസ് ഓഫീസർ, ഒപ്പം തന്നെ ഫാർമക്കോ വിജിലൻസ് ഓഫീസർ. ഇതൊക്കെ പോലെ ബന്ധപ്പെട്ട ഒരു കോഴ്സ് തന്നെയാണത്, അല്ലെങ്കിൽ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ആണത്, ഫാർമക്കോ വിജിലൻസ് ഓഫീസർ. പിന്നെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആവാം. അത് എന്തിൻ്റെ കേസിൽ വരുന്നത്, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആവാനും ഉള്ളൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ജോബ് അല്ല വേണ്ട, നിങ്ങൾ ഹയർ സ്റ്റഡീസിലേക്ക് പോവാണ്. അതായത് നിങ്ങൾ ബിഫാമിന് ശേഷം ഹയർ സ്റ്റഡീസ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ജോലി സാധ്യതകളുണ്ട് നോക്കാം. അതിൽ ആദ്യത്തേതാണ് എംഫാം. ഓക്കെ, മാസ്റ്റർ ഇൻ ഫാർമസി. അതിൽ നോക്കുകയാണെങ്കിൽ ഫാർമസ്യൂട്ടിക്സ് ഉണ്ട്. ഏതൊക്കെ സ്ട്രീമിൽ നോക്കുകയാണെങ്കിൽ ഫാർമസ്യൂട്ടിക്സ് ഉണ്ട്, ഫാർമക്കോളജി ഉണ്ട്, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ഉണ്ട്, ഒപ്പം തന്നെ ഫാർമസി പ്രാക്ടീസ് ഉണ്ട്. സോ ഇതിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എംഫാം എടുക്കാൻ പറ്റുന്നതാണ്. ഇനി MBA ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതൊന്നെങ്കിൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഫാർമ, ഇതിലൊക്കെ എന്ത് മാനേജ്മെന്റ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് MBA എടുക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇനി MSc പോകാം, മാസ്റ്റർ ഓഫ് സയൻസ് എടുക്കാം. അത് ക്ലിനിക്കൽ റീസർച്ച് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി PhD ഒക്കെ എടുക്കുന്ന രീതിയിൽ റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് PhD ഇൻ ഫാർമസി എടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിദേശത്ത് പോകാം, ഹയർ സ്റ്റഡീസ് എബ്രോഡ് ആവും. പക്ഷെ അതിന് എന്ത് വേണം, നിങ്ങൾ റിക്വയർഡ് ആയിട്ടുള്ള ലൈസൻസിങ് എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എബ്രോഡിലേക്ക് പോകാൻ പറ്റുള്ളൂ ഹയർ സ്റ്റഡീസിന്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ബിഫാമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.